എല്ലായിടത്തും ഒന്ന് ചർച്ച ചെയ്യട്ടോ, അവിടെയുള്ളവരെ ഒന്ന് ചോദിക്കാം. ഉഗ്രസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉഗ്രസ്ഫോടനത്തിൽ തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. ഈ സ്ഫോടനം നിറഞ്ഞ സംഭവത്തിൽ, സ്ഫോടനമുണ്ടായ സംഭവത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന വാഹനത്തിലായിരുന്നു വിഷ്ണു അപ്പോൾ ഉണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തം ദാരുണമായ ഒരു സംഭവത്തിലെ മരണമാണ് രേഖപ്പെട്ടിരിക്കുന്നത്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാക്കി 3 പേരുടെ അവസ്ഥ അതീവ ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെയാണ് കളമശ്ശേരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെയാണിപ്പോൾ ഉള്ളത്. ഈ സ്ഫോടനത്തിൽ 16 പേർക്ക് പരിക്കേറ്റതായി അറിയുന്നു. പലരുടെയും നില ഗുരുതരമെന്ന് ആദ്യം വാർത്തകൾ വന്നെങ്കിലും ഇപ്പോൾ 3 പേരുടെ നിലയാണ് അതീവ ഗുരുതരം എന്ന് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ആദിത്യൻ, ഇപ്പോൾ അധികാരികൾ ആരൊക്കെയാണുള്ളത്? തികഞ്ഞ അനാസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അനാസ്ഥയുടെ ഇരയാണ് ഈ പറയുന്ന വിഷ്ണുവും ഈ പരിക്കേറ്റ 16 പേർ. പിന്നീട് സമീപപ്രദേശത്തിലെ 12ഓളം വീടുകൾ നല്ല രീതിയിൽ നാശം സംഭവിച്ചിരിക്കുന്നു. അതൊക്കെ ഇനിയും ഒന്നേ എന്ന് തുടങ്ങി നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ദുരന്തത്തിന്റെ ആഘാതം ഒരിക്കൽ കൂടി വിവരിച്ചാൽ. ആദിത്യൻ, എന്താണ് പുതിയ വിവരങ്ങൾ? പ്രതീക്ഷ, ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തു നിന്നുള്ള പ്രമുഖ ഉദ്യോഗസ്ഥർ, റവന്യൂ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ വലിയൊരു സംഘം തന്നെ ഈ സ്ഥലത്ത് തങ്ങി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തുണ്ടായ കാഷ്വാലിറ്റികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വെടിമരുന്നും സ്ഫോടക വസ്തുക്കളും ഒക്കെ നിർവീര്യമാക്കുകയോ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗം, വലിയ പ്രമുഖരടങ്ങുന്ന ഉദ്യോഗസ്ഥ വിഭാഗം പരിശോധന നടത്തുകയാണ്. നിലവിൽ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആശങ്ക. ഈ എത്രത്തോളം വീടുകളിൽ പൂർണ്ണമായി സ്ഫോടന ശേഷമുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനം നടന്ന ഉടൻ ഫയർഫോഴ്സ് സംഘം എത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളായിരുന്നു. സ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തി തീ അണച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യത്തെ പുതിയാവാന്നോർക്ക് വെടിക്കെട്ടല്ലേ അതെ അനീഷ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ആനക്കോട്ടൊന്ന് അതാണ് തൃപ്പൂണിത്തുറയിലുണ്ടായ പൊട്ടിത്തെറിക്ക് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവസ്ഥലത്തേക്ക് എത്തി തീയണച്ചു. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോയി. നാട്ടുകാരുമൊക്കെ ഇടപെട്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകിയത്. അതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും ആ കാഴ്ചകളുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയോചിതമായി തന്നെ ഇടപെട്ട് ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ സാധിച്ചതുകൊണ്ട് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായില്ല എന്നത് വലിയ ഒരു ഭാഗ്യമായി മാറി, ആശ്വാസമായി മാറി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവഹാനി ഉണ്ടാകാത്തതും വലിയ ആശ്വാസമായി മാറി. അതേസമയം നിരവധി ആളുകൾക്ക് ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുപോയിട്ടില്ല. കുഞ്ഞുങ്ങളടക്കം അതിൻ്റെ ആഘാതം തുറന്ന് പറയുകയായിരുന്നു. ദുരന്തഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്, ഉള്ളുലയ്ക്കുന്നതാണ്.